ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയ സ്വീറ്റ് പൊട്ടാറ്റോ ബർഗർ കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് കുക്കറിലോട്ട് സ്വീറ്റ് പൊട്ടാറ്റോ ഇട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇതിൻ്റെ വിസിലെല്ലാം പോയ ശേഷം ചൂടാറിയ സ്വീറ്റ് പൊട്ടാറ്റോ കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്തതാണ്. ഇതിലോട്ട് ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 2-3 തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൈ കൊണ്ട് എല്ലായിടത്തും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുഴച്ചെടുത്ത സ്വീറ്റ് പൊട്ടാറ്റോ മിക്സ് ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഈ സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് ഒരു 4 എണ്ണം വരെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു സൈഡ് കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കാൻ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് മാറ്റി കൊടുത്ത ശേഷം ഇതേ പാനിൽ തന്നെ സെൻറ്റർ കട്ട് ചെയ്തെടുത്ത ബണ്ണ് നമുക്ക് വെച്ച് കൊടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ല ഈ ബണ്ണ് കരിഞ്ഞു പോകും കേട്ടോ. ഞാൻ ഇവിടെ 2 ബണ്ണാണ് എടുത്തിരിക്കുന്നത്. തിരിച്ച് മറിച്ചു വിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. കുറച്ച് മയോണൈസിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് 2-3 സ്പൂൺ അളവിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ബന്നിലോട്ട് ഈ സോസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കട്ടിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലോട്ട് സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ പാറ്റ് വെച്ച് കൊടുക്കാം. വട്ടത്തിൽ അരിഞ്ഞ സവാള, തക്കാളി, അതിൻ്റെ മുകളിലായിട്ട് സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ ഒരു പാറ്റിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബന്നിലോട്ട് വീണ്ടും സോസ് ആഡ് ചെയ്ത ശേഷം ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുത്താൽ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.